ഇതാണ് ഫ്യൂച്ചർ അല്ലേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇനിയും 2030 കൂടെ ഇന്ത്യയിൽ നമ്മുടെ ഡ്രോൺസ് ഒക്കെ ഡ്രോൺ ഹബ്ബായി മാറും. ഇന്ത്യൻ ഗ്ലോബൽ ഡ്രോൺ ഹബ് ഇന്ത്യയായി മാറും എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ഇന്ത്യ തന്നെയല്ല, വേൾഡ് വൈഡ് ഡ്രോണിലോട്ട് മാറിക്കൊണ്ടിരിക്കുക. അതായത് ഇവനെ കൊണ്ടൊന്ന് ആലോചിച്ച് ഇത്ര സാധനം നമുക്ക് വേണ്ടിയ ഓരോ സാധനങ്ങൾ കൊണ്ട് വീട്ടിൽ കൊണ്ട് തരുന്നു, അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ട്രാഫിക് കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് ഏതോ ഒരു സൂപ്പർ മാർക്കറ്റുകാര് ഡ്രോൺ ഡെലിവറി തുടങ്ങിയിട്ടുണ്ട്. ബീച്ചിലൂടെ കൂടി ഡ്രോൺ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇതാണ് ഡ്രോണിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അല്ല, ഇപ്പൊ ഈ പറഞ്ഞു നടക്കുന്ന ബൈക്കെ പറഞ്ഞു നടക്കുന്നവരുടെ ശല്യം എന്താ പറയുക, അവർക്ക് ടെൻഷൻ കുറയും, അവർക്ക് വേണ്ട പ്ലേ ചെയ്യാം. അതെ, ബ്ലിങ്കിറ്റ് പോലത്തെ ഇത് ജോലി പോകുന്ന പരിപാടിയൊന്നും അല്ല, ഇത് പൈലറ്റിനും വേണമല്ലോ. പിന്നെ ഓട്ടോ പൈലറ്റ് ഒക്കെ വരും. അല്ല, ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ കൺട്രോൾ ചെയ്യാനായിട്ട് വേണമല്ലോ. അത് എന്തായാലും ഈ പൈലറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഡ്രോൺ പൈലറ്റിന്റെ നല്ലൊരു ഓഫർ ഉണ്ട്. സ്പെഷ്യൽ കാറ്റഗറി ആൾക്കാർക്ക് 60 പേർക്ക് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് 20 പേരെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന 20 പേരെ അവരെടുക്കുന്നതായിരിക്കും. അവർക്ക് 100% ഫ്രീ ആയിട്ട് ആ ഡ്രോണിൻ്റെ അതായത് മാനുഫാക്ചറിങ് തൊട്ട് പഠിപ്പിക്കും. ഡ്രോൺ അസംബ്ലിങ്, ഇതെങ്ങനെ ഫ്ലൈ ചെയ്യാം, ഏതൊക്കെ സോണിൽ ഫ്ലൈ ചെയ്യാം, എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ, ഫ്യൂച്ചർ എന്താണ്, സർവേ ഡ്രോൺ എന്താണ് ചെയ്യുന്നത്. സർവേ ഡ്രോണൊക്കെ പോയി കഴിഞ്ഞാലോ എന്നാ വരുവാനുണ്ടെന്ന് അറിയാമോ? 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റില്ല. 10,000 ഒന്നുമല്ല, ഒരു ദിവസം അവർ മെനക്കെട്ട് കഴിഞ്ഞാൽ 20,000-25,000 രൂപ ഒരു ദിവസം ഉണ്ടാക്കാം. ഒരു മാസം എത്ര രൂപയായി? ഏകദേശം ഒരു 5-6 ലക്ഷം രൂപ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണിത്. അത് ഇനി ഫ്യൂച്ചർ ഇതാണ്. ഇനി ഇപ്പം നാളെ ഈ സർവേക്കാലിട്ടെന്നൊക്കെ പറഞ്ഞില്ലേ, മറ്റേ മഞ്ഞക്കല്ലൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ അതിനൊക്കെ പകരം ഈ ഡ്രോൺ വെച്ചിട്ട് പക്കായിട്ട് മെഷർ ചെയ്ത് ഇതിലേക്ക് വഴി പോകണം, എന്തൊക്കെ പോകണം. അല്ലെങ്കിൽ ആൾക്കാർക്കൊരു ഡൗട്ട് ഉണ്ട്, അതായത് ഏതൊക്കെ ഡ്രോൺ പറത്താൻ പറ്റും, എന്തൊക്കെ ഡ്രോൺ പറത്താൻ പറ്റില്ല എന്ന്. അങ്ങനെ അപ്പം ഇതിനകത്ത് ആക്ച്വലി മെയിൻ 3 കാറ്റഗറീസാണ് വരുന്നത്. മൈക്രോ ഉണ്ട്, അതുപോലെ തന്നെ നാനോ ഡ്രോൺസ് ഉണ്ട്, അതായത് 250 ഗ്രാംസിന്റെ താഴെ. ഇതാണ് 250 മിനി സീരീസ്, ഒരു 249 ഗ്രാംസിന്റെ താഴെയാണ് ഇതിന്റെ എല്ലാം. നിയോ വരുന്നതുണ്ട്, പിന്നെ മിനി 5 പ്രോ, മിനി 4 പ്രോ ഒക്കെ 249 ഗ്രാംസിന്റെ താഴെ വരുന്നതെല്ലാം നാനോ ഡ്രോൺ ആണ്. അതിനൊരു കാറ്റഗറി ഉണ്ട്. പിന്നെ ആൾക്കാർ ചോദിക്കും, ഈ ചെറിയ ചെറിയ ടോയ് ഡ്രോൺസ് ഉണ്ടല്ലോ, ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായി നിൽക്കുന്ന സാധനമാണ്. ആൾക്കാർ ചുമ്മാ പറത്തി കളിക്കുന്ന 2,000 രൂപയ്ക്ക് 3,000 രൂപയ്ക്ക് കിട്ടുന്ന ഡ്രോൺ, അത് ടോയ് കാറ്റഗറി, അതിന് ലൈസൻസ് വേണ്ട. അതിനൊരു സാധനം ഉണ്ട്, അത് നമുക്കിത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പം ഇത് പറഞ്ഞ് ഏതൊക്കെ സോണിൽ പറപ്പിക്കാം. പറഞ്ഞില്ല, ഇത് മിനി സീരീസ് നാനോ ഡ്രോൺ വരുന്നത് 249 ഗ്രാംസിന് താഴെയാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ മേളിൽ എന്ന് പറയുന്നത് 250 ഗ്രാം ടു 2 kgs ആണ്. അപ്പം അതായത് ഇതുപോലത്തെ എയർ സീരീസ് ഒക്കെ വരുന്നത്, എയർ 2 മാവിക് സീരീസ് ഒക്കെ വരുന്നത്, അതെല്ലാം 249 ഗ്രാംസിൻ്റെ മേലെ ഉള്ളതായിരിക്കും. അപ്പോൾ അതിന് ലൈസൻസ് ഒക്കെ വേണം. പിന്നെ NPNT എന്ന് പറയുന്നൊരു സാധനമുണ്ട്, നോ പെർമിഷൻ നോ ടേക്ക് ഓഫ് എന്ന് പറയുന്നൊരു ഇതൊക്കെ വരുന്നുണ്ട്. അത് സ്ട്രിക്റ്റ് ആക്കുവാണ് ഇന്ത്യയിലൊക്കെ മെയിൻലി. അതായത് റെഡ് സോണിൽ, ഐ മീൻ ഏത് സോണിൽ ഫ്ലൈ ചെയ്യണമെങ്കിലും ഡ്രോൺ ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ NPNT എന്ന് പറഞ്ഞാൽ നോ പെർമിഷൻ നോ ടേക്ക് ഓഫ് എന്നാണ്. അപ്പോൾ ഡ്രോൺ ടേക്ക് ഓഫ് ചെയ്യണ തന്നെ പെർമിഷനിൽ വേണം. അപ്പം വലിയ ഫ്ലൈറ്റ് ഒക്കെ പോകുന്ന ഹെലികോപ്റ്റർ പെർമിഷൻ ഉണ്ടായാലും ഇനിയും ഡ്രോൺസ് ഒക്കെ ഇനിയും ഉടനെ ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാറ്റഗറിയിലോട്ടൊക്കെ വരും. അപ്പോൾ അവർക്ക് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് ചെയ്യാം. ഈ ഡ്രോൺ ലൈസൻസ് കൊണ്ട് പോയാൽ ഗുണമെന്ന് അറിയാം, ഈ വെളിയിലോട്ട് ഡ്രോൺ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് കൊണ്ടുപോകാം, അവരകത്തോട്ട് കൊണ്ടുവരാം, അവർക്കത് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ആയി. അതുമല്ല, പുറത്തെ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര സ്കോപ്പാണ് ഇതിന്. ഇതിപ്പോൾ ഇവിടുന്ന് പോയി ഫ്ലൈ ചെയ്തിട്ട് തിരിച്ചു വരുന്ന പാർട്ടികളൊക്കെ ഉണ്ട്. അത് നല്ല അതുപോലെ നമുക്ക് ഈ തീ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ പുതിയ ഡ്രോൺസിനകത്ത് നമ്മുടെ ഈ അഗ്രാസിൻ്റെ ഒക്കെ പോലത്തെ ഡ്രോൺ, അതിൻ്റെ എന്താ പറയുന്നത്, ഇവരെ വിളിച്ചാൽ പടപടം വന്ന് തീ എടുത്തിട്ട് സ്ഥലം വിടും. അത് ഭയങ്കര ശരിക്കും ഫ്യൂച്ചറിലോട്ട് ഇനി എല്ലാം കൊണ്ട് ഡ്രോൺ മാത്രമേ ഉള്ളൂ. നമ്മുടെ ട്രാഫിക്കുകൾ കുറയും. അതാ, ഇപ്പം നമ്മൾ മൈക്രോ കവർ ചെയ്തു, മിനി കവർ ചെയ്തു, നാനോ കവർ ചെയ്തു, മൈക്രോ കവർ ചെയ്തു. ഇനി ഒരു സീരീസും കൂടെ വരുന്നുണ്ട്, സ്മോൾ മീഡിയം ലാർജ് എന്ന് പറഞ്ഞ കാറ്റഗറി. അതായത് 10 കിലോ 25 കിലോ 150 കിലോ മേലെ വെയിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഡ്രോൺസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് അഗ്രികൾച്ചറായിരിക്കും ഉപയോഗിക്കുന്നത്. എനിക്കൊന്ന് ഇന്ത്യയിൽ പക്ഷേ ഡ്രോൺസ് മേക്ക് ഇൻ ഇന്ത്യ ഡ്രോൺസ് ഒന്നും അത്രയും ഇതായിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ ഈയിടെ ഒരു പാർട്ടി പറയായിരുന്നു, അതിനകത്ത് ആ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്, 90,000 കോടി രൂപയാണ് ആൾക്കാർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഡ്രോൺസ്. അതുകൊണ്ട് 800-900 കമ്പനി തന്നെ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ത്യ നല്ല 23 ബില്യൺ ഓപ്പർച്യൂണിറ്റി, അതായത് അവർ മാക്സിമം ഡ്രോൺ, അതായത് അഗ്രികൾച്ചറിൽ ആരും ഇല്ല പണി ചെയ്യാൻ, അതാണ് മെയിൻ ബേസ്. അതായത് ഇപ്പം പണ്ടത്തെ പോലെ പണിയാൻ ആൾക്കാർ കുറവാണ്, അപ്പോൾ അതിന് ഡ്രോൺ മാത്രമേ അത് സഹായിക്കത്തുള്ളൂ. അതിപ്പോൾ ഈയിടെ നമ്മുടെ ഇവിടുത്തെ വിതച്ചത് ആ ഗ്രാസിൻ്റെ ഡ്രോൺ വെച്ചിട്ടാണ്. അതിൻ്റെ അകത്തെ ഡ്രോണിനകത്ത് ഉണ്ടായ വിളവ് അത്ര കൂടുതലാണ്. എന്ന് പറയാം, നല്ല തിക്കാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഈ വിതയ്ക്കുന്ന സമയത്ത് ഈവനായിട്ട് നെല്ല് വീഴുന്നു.
അതുമല്ല ഇപ്പം നമ്മളിപ്പോൾ മറ്റേ ഈ നടക്കുന്ന സമയത്ത് ഒരു 4 പേര് നടന്നിട്ടാണ് വിതച്ച് പോകുന്നത്, ഒന്നിച്ചിങ്ങനെ ഒരു കണ്ടത്തിനകത്ത് ഒരു ബ്ലോക്കിനകത്ത് വിതച്ച് പോകുന്നത്. അപ്പം ഈ 4 പേരുടെ കാല് ഒരു 50 പ്രാവശ്യം വെച്ചാലേ അവിടെ ചെല്ലത്തുള്ളൂ. അപ്പം ഒരു 250 കാൽപ്പാടുണ്ട് അവിടെ. 250 കാലിൻ്റെ നെല്ലും താന്ന് പോവുക. ഇത് റിവേഴ്സ് അല്ല പോകുന്നത്. റിവേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയത് പുറകോട്ട് നടക്കുവാൻ ഇവർ മുന്നോട്ട് നടന്നു പോകുന്നത്. അപ്പം മുന്നോട്ട് നടക്കുമ്പോൾ അത്രയും നെല്ല് ചവിട്ടി താന്നാണ് പോകുന്നത്. അപ്പോൾ ഇതിനിടയിൽ എല്ലാം ഒരു ചാലുണ്ടാവും, അവിടെ നെല്ല് വളരത്തില്ല. ആ വളരാത്തിടത്ത് കുഴപ്പമെന്ന് വെച്ചാൽ കാറ്റ് പിടിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ നെല്ലെല്ലാം അവിടെ പിടന്ന് വീഴും. അത് ഈ ചീട്ട് വീഴുന്ന പോലെ ഇങ്ങനെ വീണ് അങ്ങ് പോകും. പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ നല്ല പക്ക സ്ട്രോങ്, ഇവർ തമ്മിൽ നല്ല ബോണ്ടിങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് താഴെ പോകും, നെല്ല് പെട്ടെന്ന് വീഴത്തില്ല. ഈ കാറ്റ് വീഴ്ച എന്നൊക്കെ പറഞ്ഞ സാധനം, ആ സംഭവമാണ് ഇത് പെട്ടെന്ന് വീഴുന്നത്. ഇത് ഒന്നിച്ച് നിൽക്കുമ്പോൾ അതിന് അതുമല്ല ഭയങ്കര വിളവ് കൂടി. വിളവ് കൂടി ഇത് പിന്നെ മരുന്ന് കഴിക്കുമ്പോൾ ഏരിയ കൂടുതലല്ലേ, മറ്റേത് കൈകൊണ്ട് എറിയുമ്പോൾ എത്രത്തോളം പോകും നമുക്കറിയാം, ഈവൻ ആയിട്ട് വീഴുമെന്ന് അറിയത്തില്ല. അവരവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർ പോകും. ഇത് നമ്മൾ തന്നെ ഒരു ഏക്കർ വിതയ്ക്കാനായിട്ട് എനിക്ക് തോന്നുന്ന ഒരു 600 അല്ല ടൈം വേണ്ടിയത് ഒരു 15 മിനിറ്റ് മതി ഒരു ഏക്കർ. കോസ്റ്റും ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഈ ഡ്രോൺ വെച്ചിട്ടുള്ള ഫീൽഡ്. ഇനിയും ഇതാണ് ഫ്യൂച്ചർ. കാര്യം എന്ത് ആവശ്യത്തിനാണേലും ഇപ്പം എവിടെയെങ്കിലും മരുന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും, മരുന്ന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റിനൊക്കെ ഈ റോഡിന്റെ നടുക്കൂടെ ഒക്കെ വണ്ടികൾ പോകുന്നത് എന്ത്. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ കൊച്ചി കൊണ്ടുപോകണം കണ്ടിരുന്നത് 7 മണിക്കൂറാണ്. അതിനനുസരിച്ചുള്ള കപ്പാസിറ്റി ഉള്ള ബാറ്ററികളും വേണം. ഇതിപ്പം ബാറ്ററി കപ്പാസിറ്റി കൂടും ഓട്ടോമാറ്റിക്കലി. ഇത് സ്പീഡ് കൂടുമ്പോൾ ബാറ്ററി കുറച്ച് മതി, അല്ലെങ്കിൽ അത്രയും ടൈം അത്രയും കവർ ചെയ്ത് പോയില്ലേ. ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഇപ്പോൾ വെയിറ്റ് വേണ്ട, വെയിറ്റ് ഒന്നും ഇല്ലല്ലോ ഇതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ സാധനം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഴയ കാലത്തെ ഡ്രോണുകളായി, മാവിക് സീരീസുകളൊക്കെ. ഇതിലും പഴയതുണ്ട് മറ്റേ ഫാൻറ്റം ആയിരുന്നു ഒരു സമയത്തെ ഫാൻറ്റം. അതെ, അതൊരു റോൾസ് റോയ്സിന്റെ ഫാൻറ്റം എന്നൊക്കെ പറഞ്ഞ എല്ലാവരുടെയും ഒരു ഡ്രീം സാധനമായിരുന്നു. അത് ഭയങ്കര പവർഫുൾ ആയിരുന്നു. അതിന്റെ മോട്ടറൊക്കെ ഞാൻ കൈ പിടിച്ചു കഴിഞ്ഞാൽ കൈയും കൊണ്ട് പോകും. നമുക്ക് തോന്നാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു അന്നത്തെ 5 കിലോയെങ്കിലും അത് പൊക്കിക്കൊണ്ട് പോകും. അത്ര ലോഡ് അതിനുണ്ട്, ബലമുണ്ട്. നീ പരസ്യങ്ങൾ വരാൻ പോകില്ലേ? അതെ. പിന്നെ ഇതിന്റെ മെയിൻ സാധനങ്ങൾ ഇപ്പൊ നമ്മൾ തന്നെ 3-4 എക്സിബിഷൻസിൽ, അതായത് ഇന്ത്യയിലൊന്നും ആരും അത് കണ്ടുപിടിക്കാത്ത സമയത്താണ് നമ്മുടെ അവാട്ടയില് അവാട്ടയിൽ ക്യാമറ സ്കാൻ്റെ ചെറിയൊരു ബോർഡൊക്കെ കെട്ടി നമ്മൾ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കോട്ടയത്ത് നമ്മുടെ വള്ളംകളിക്ക് DJയുടെ FPV ആയിരുന്നു. DJയുടെ FPVയിൽ വലിയൊരു ക്യാമറ സ്കാൻ്റെ ബോർഡൊക്കെ വെച്ച് ഞങ്ങൾ 3-4 വട്ടം അങ്ങോട്ടേക്കിട്ട് ഫ്ലൈ ചെയ്തു. പക്ഷേ ഒരു 3-4 തവണ ഇപ്പം ഞങ്ങളുടെ GPS പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഹോവർ ചെയ്യും. അതിൻ്റെ ഇതെന്താ സംഭവം അറിയോ? GPS പറ. ഇപ്പം ഇതിപ്പോൾ നമ്മുടെ സാധാ ഡ്രോൺ, ഈ ചെറിയ ഡ്രോൺസിലൊന്നും GPS ഇല്ല. അപ്പോൾ നിങ്ങൾ ചെറിയ ഡ്രോൺ മേടിച്ചിട്ടുള്ളവർക്കറിയാം, ഇത് മേടിച്ച ഉടനെ ഒരു സൈഡിലോട്ടങ്ങ് പോകും, അല്ലെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ ഹോവർ ചെയ്ത് നിൽക്കും. പക്ഷേ DJയുടെ ഡ്രോൺസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡ്രോൺസ് ഒക്കെ ഫ്ലൈ ചെയ്താൽ പൊങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും. നമ്മൾ തട്ടിക്കഴിഞ്ഞാലും വീണ്ടും അവിടെ തന്നെ നിൽക്കും, നമ്മൾ സ്റ്റിക്ക് മൂവ് ചെയ്യാതെ, അൺലെസ് നമ്മൾ സ്റ്റിക്ക് മൂവ് ചെയ്തില്ലെങ്കിൽ. അപ്പം അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ GPS വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് 4 സാറ്റലൈറ്റ്സിൻ്റെ കണക്ഷൻ എടുത്തിട്ടാണ് അത് ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അത്രയും വർക്കിനകത്ത് GPS മോണിറ്റർ അറിയാമല്ലോ, എത്ര GPS GPS സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. GPS ഇല്ലാതെ ഫ്ലൈ ചെയ്യാനും പാടില്ല. GPS ഇല്ലാതെ ഫ്ലൈ ചെയ്ത് ഹോവർ ചെയ്തങ്ങ് പോകും. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലവർ പറയുന്നത് കംപ്ലയിൻസ് ആണ്. കംപ്ലയിൻസ് അല്ല, GPS കറക്റ്റായിട്ട് കിട്ടാത്തില്ല. ഇൻഡോർ നിൽക്കാത്ത എന്താ, GPS കട്ടായി പോകുമ്പോഴാണ് അത് ഒരു സൈഡിലോട്ട് ഇൻഡോറിൽ ഒരു സൈഡിലോട്ട് ഹോവർ ചെയ്ത് പോകുന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ പെർമിഷൻസ് സോൺസ് ഉണ്ട്. അതിനകത്ത് ഗ്രീൻ സോൺ ഉണ്ട്, യെല്ലോ സോൺ ഉണ്ട്, റെഡ് സോൺ ഉണ്ട്. റെഡ് സോണിൽ ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം റെഡ് സോണിൽ അതായത് നേവി ബേസ്, ഇപ്പം നമ്മൾ തന്നെ ഒരിടത്ത് എയർപോർട്ട്, അവിടെയൊക്കെ നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോയപ്പോൾ എയർപോർട്ട് എനിക്ക് തോന്നുന്നു യെല്ലോ സോണിലാണ്. അതായത് സ്പെഷ്യലൈസ്ഡ് സോൺസ് ആണ് യെല്ലോ സോൺസ്. അതായത് പെർമിഷൻ വേണം യെല്ലോ സോൺസിൽ നമുക്ക് ഫ്ലൈ ചെയ്യണമെങ്കിൽ. റെഡ് സോണിൽ പെർമിഷൻ എടുത്താലും ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് നേവി ബേസ് ഒക്കെയാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ ഫ്ലൈ ചെയ്യാൻ പോയായിരുന്നു. ഫ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ പിടിച്ചില്ല, ഡ്രോൺ പൊങ്ങത്തില്ല. പൊങ്ങിയാലും തന്നെ ഒരു 59 സെക്കൻഡ്, അതായത് 1 മിനിറ്റ് എങ്ങാണ്ട് കിട്ടും നമുക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് മുമ്പേ ലാൻഡ് ചെയ്തില്ലെങ്കിൽ ഡ്രോൺ പോകും. അങ്ങനെ കുറേ തിയറി, കുറേ കാര്യങ്ങളുണ്ട് ഈ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഡ്രോണിന് ഭയങ്കര ഫ്യൂച്ചർ എന്നുള്ളത് 100% ആണ്. അപ്പോൾ ഈ ഡ്രോണിൽ ഞാൻ പറയാം 1 ലക്ഷം രൂപ ചാർജ് ചെയ്യുന്ന കോഴ്സൊക്കെ, അതല്ലാതെ തന്നെ ഇപ്പോൾ സിമ്പിളായിട്ട് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരാഴ്ചത്തെ കോഴ്സുള്ളൂ. അതിനാണ്ട് 45,000 രൂപ 35,000 രൂപ റേഞ്ചേ ഉള്ളൂ. സർട്ടിഫിക്കറ്റ് 25,000 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നിങ്ങൾക്ക് തപ്പിയാൽ കാണും. DGC അപ്രൂവ്ഡ് ആയിട്ടുള്ളടത്ത് ഫ്ലൈ പഠിക്കണം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റും തരും. പിന്നെ വെയിറ്റ് അനുസരിച്ചിട്ടുള്ള ഡ്രോൺ സർട്ടിഫിക്കേഷൻ മാറും, അതിൻ്റെ പ്രൈസും കൂടും. അപ്പം ഇതിനകത്ത് ബാക്കി ഒരു മെക്കാനിക്കൽ സൈഡും അതിൻ്റെ എങ്ങനെ ഫ്ലൈ ചെയ്യുന്ന ഇൻറ്റേർണൽ അതിൻ്റെ സിസ്റ്റം തിയറിയും എല്ലാം പറഞ്ഞു തന്നിട്ട് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ നല്ല ക്ലാസ്സാണ്. അതാകുമ്പോൾ അവർ പഠിപ്പിക്കുകയും ചെയ്യും എങ്ങനെ ഡ്രോൺ ബിൽഡ് ചെയ്യാം. അതായത് FPV പോലത്തെ ഡ്രോൺസ് ആണ് ബിൽഡ് ചെയ്യിപ്പിക്കുന്നത്. ഇത് DJയുടെ തന്നെ FPV സീരീസിൽ വരുന്നത്. പക്ഷേ കസ്റ്റം FPV എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ.
ഇന്ത്യയിൽ ഗവൺമെൻറ് കുറേ എക്സ്പെൻഡിച്ചർ ഇപ്പം മുടക്കുന്നുണ്ട് നമ്മുടെ ഡ്രോൺ കാറ്റഗറിയിൽ. അപ്പം അത് എന്തേലും അറിയാമോ ഇങ്ങനെ? അത് ശരിക്കും നമ്മുടെ ഇപ്പം ഈ തൊഴിലുറപ്പെന്ന് പറയുന്ന ഒരു പദ്ധതിയൊക്കെ ഉണ്ടല്ലോ, സെൻട്രൽ ഗവൺമെൻറ്റിയാണ്. അപ്പോൾ അവർ വഴി ഇത് ചെയ്യിക്കാനുള്ള പരിപാടികളൊക്കെ ഒത്തിരി പേരെ 10,000 പേരെ അതിനകത്ത് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമോ ദീദി ഡ്രോൺ, നമോ ദീദി ഡ്രോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സ്കീംസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ ആർക്കും വേണമെങ്കിലും എടുത്ത് പറപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രായമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു മിനിമം ക്വാളിഫിക്കേഷനൊക്കെ മിനിമം മതി എന്നാണ് പറയുന്നത്. കറക്റ്റായിട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷേ എങ്കിലും എന്താണെങ്കിലും ഇത് ഡ്രോൺ ഇവരെ കൊണ്ട് ലേഴ്സും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നടത്ത് പോയി സാധനം അവർ വെച്ചു അതൊന്ന് കയറ്റി സാധനം അഗ്രികൾച്ചറിലാന്ന് തോന്നി നമോ ദീദി ഡ്രോൺ. അത് വരുന്നത് അഗ്രികൾച്ചർ ചെക്കിങ്ങും ഈ പാടം തന്നെയൊന്നുമല്ല. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പുറം രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് ലൈൻ, നമ്മുടെ വലിയ ഹെവി ലൈൻസ് ഉണ്ടല്ലോ, ഈ ലൈൻ നോക്കാനായിട്ടൊക്കെ ഫുൾ ചെക്ക് ചെയ്യാനായിട്ട് ആർക്കും അടുത്ത് പോകാൻ പറ്റത്തില്ല. ഓൺലി പവേർഡാണ്. അപ്പോൾ ലൈൻ കിടക്കുക, അതിൽ ഇവരൊക്കെ പോകുന്ന ഓഫ് ചെയ്തിട്ടാണ് ഇത് പോയി അടിക്കൂടെ പോയി നോക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊന്നും അല്ലാതെ ഫുൾ ഒരു സെൻട്രൽ പോയിന്റിൽ ഇത് ഓട്ടോമാറ്റിക് ചാർജ് ആവും. രാവിലെ 8 മണിക്ക് എവിടുന്നാലും അവിടുന്ന് പൊങ്ങിയിട്ട് നേരെ പോയി കംപ്ലീറ്റ് അവരുടെ ഏരിയ ഒരു 150 കിലോമീറ്റർ ആയിരിക്കും. ഈ 50 കിലോമീറ്റർ പോയി ഫുൾ ഇൻസ്പെക്ട് ചെയ്ത് ലൈവായിട്ട് അല്ലെങ്കിൽ റെക്കോർഡഡ് സാധനം അത് എത്താനായിട്ട് എത്തിക്കും. തിരിച്ചവിടെ വന്ന് ചെയ്യും, അത് വന്ന് ചാർജ് ആവും, അതിന് പുറത്തൊരു കവർ വന്ന് മൂടുകയും ചെയ്യും. രാവിലെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അത് നമ്മൾ റാന്നി പോയപ്പോ കണ്ടില്ലേ ഈ റംബൂട്ടാൻ മരത്തിന്റെ ഒക്കെ നെറ്റ് ഇടുന്നത്. അപ്പൊ എത്ര ഒരു 5 ആൾക്കാര് മേളിൽ കയറിയിട്ടാണ് സാധാരണ ഇട്ടോണ്ടിരുന്നത്. ഇത് പുള്ളിക്ക് 8 മിനിറ്റോ 10 മിനിറ്റോ മതി ഒറ്റ. അതായത് ഡ്രോൺ ഇങ്ങനെ പൊങ്ങും. ഇപ്പം ഇത് ഡ്രോൺ ആണെന്ന് വെച്ചോ, ഡ്രോൺ ഇങ്ങനെ പൊങ്ങും, അതിങ്ങനെ ഒരു സ്പ്രിംഗ്ലർ പോലത്തെ ഒരു സാധനം റൗണ്ടിലായിട്ട് ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് വന്ന് വീഴും. പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് പെർഫെക്ഷൻ. അപ്പം ഡ്രോൺ ആണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. കാര്യം ഇതാണ്, എല്ലാം ഈസി ആക്കും നമ്മളെ. അങ്ങനെ ഈസി ആക്കും. നമ്മളിപ്പോൾ ടഫായിട്ട് അല്ലെങ്കിൽ ആളില്ലാത്തതോ അല്ലെങ്കിൽ നമുക്കിപ്പം ചെയ്യാൻ മേലാത്ത സംഭവങ്ങൾ മുഴുവൻ ഡ്രോൺ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ഈ പാടത്ത് മരുന്നടിക്കുന്നതിന് പാടത്ത് നല്ല വലിയ ഭയങ്കര തോട്ടങ്ങളുണ്ടല്ലോ, 10,000, 10,000, 25,000 ഏക്കറുള്ളിടത്തൊക്കെ, അതൊക്കെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് ഇന്ന സമയത്ത് പോയി ഇന്ന സോണിലടിക്കും. സോണെല്ലാം സെറ്റ് ചെയ്ത് നമുക്കിത് മാർക്ക് ചെയ്യാമല്ലോ. ആ മാർക്ക് ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് പോയി മരുന്നടിച്ചിട്ട് തിരിച്ചു വരും. ഇവിടെ വന്ന് ഓട്ടോമാറ്റിക്കലി ലോഡാവും, മരുന്ന് കയറും, അതാ തിരിച്ച് ഇന്ന സോണിലോട്ട് പോകും. ഇപ്പോൾ കറങ്ങി ഫുൾ ടൈം പുള്ളിക്ക് വർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഒരാൾ പോലും വേണ്ട, വെറുതെ വിളവെടുക്കുന്നതാണല്ലോ. ഈ പുറത്ത് ഇപ്പോൾ കണ്ടതാണ്, ഫ്രാൻസിൽ കൂടെ ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും കണ്ട ഈ ഒരു വണ്ടി സൈഡിൽ കൂടെ പോകും, ലോറിയിലൂടെ ഇങ്ങനെ പമ്പ് ചെയ്ത്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്നല്ലേ, പമ്പ് ചെയ്ത് ഇങ്ങനെ പ്ലംസ് വന്നുകൊണ്ടിരിക്കുക. അതിനകത്തൊന്ന് തന്നെത്താൻ്റെ മിഷൻ ഈ ലോറി പതുക്കെ പോവുക. അതിന് സൈഡിൽ കൂടെ പോകുന്നിടത്തുനിന്ന് സാധനം പറിച്ചെടുത്തിട്ട് ലോറിക്കകത്തോട്ട് ലോഡ് ചെയ്യുക. ഇപ്പം എല്ലാം ഈസി ഓട്ടോമേറ്റഡ് ആക്കുക. അതിൻ്റെ ഒരു മെയിൻ സാധനമാണല്ലോ ഇനി ഡ്രോൺ. ഇതാദ്യത്തെ അടുത്ത് പറപ്പിച്ച് പഠിച്ച് കഴിയുമ്പോഴത്തേക്കും ലൈസൻസ്, അത് കഴിഞ്ഞ് ലൈസൻസ് പോകാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അതിനെ കുറച്ച് ഐഡിയ കിട്ടും, അവർക്ക് റെഡി ടു ഫ്ലൈ പഠിച്ചാൽ മതി. ഇതിന്റെ കൺട്രോൾസ് എല്ലാം സെയിമാണ്. ഇപ്പൊ നിങ്ങൾ ഏറ്റവും ചെറിയ 30,000 അല്ലെങ്കിൽ 25,000 രൂപ യൂസ് ഡിജയുടെ നിയോ കിട്ടി, 20,000 രൂപ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒക്കെ സ്റ്റോക്ക് വരണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി, അപ്പം അതിനകത്ത് വരും. അതായത് ആ ഡ്രോണും ഈ 10-40 ലക്ഷം രൂപ വരുന്ന ഈ അഗ്രികൾച്ചറൽ ഡ്രോൺസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ കൺട്രോൾസ് സെയിമാണ്. അതായത് ജസ്റ്റ് അത് മാത്രം പഠിച്ചാൽ മതി, പിന്നെ ബാക്കി അതിനെക്കുറിച്ച് പഠിക്കാന്നേ ഉള്ളൂ. അതായത് ഡ്രോണിന്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് പഠിക്കാന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചെറിയ ഡ്രോൺ എടുത്ത് വലിയ ഡ്രോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് പോവുക. പിന്നെ പറപ്പിക്കുമ്പോൾ കുറേ കാര്യം ശ്രദ്ധിക്കാനും ഉണ്ട്. വെറുതെ ഇട്ട് നമ്മളിപ്പോൾ തോക്ക് കയ്യിരിക്കുന്ന പോലെ ഈ സാധനം ഇത് കൈ പറപ്പിക്കുക, അടുത്ത് നമ്മൾ ലീഫ് കറങ്ങുമ്പം എവിടെ ഇത് കറങ്ങുന്നത് കാണാൻ പോലും പറ്റത്തില്ല. അത്ര ഹൈ സ്പീഡിലല്ല, RPM കൂടുതലാണ്, അത് കറങ്ങുന്നത് കാണാൻ പറ്റത്തില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അടുത്ത് കൊണ്ടുവന്ന കൈയൊക്കെ നഖമൊക്കെ പോകും. അല്ലെങ്കിൽ വലിയ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡ്രോണിന്റെ ഇതാട്ടോ. അപ്പോൾ അത് പിടിക്കുന്നതും എല്ലാത്തിനും ഒരു ആംഗിളും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ട്രെയിനിങ്, ചെറുത് ഡ്രോൺ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ താഴെ പോയി ഇലകൾ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. നമുക്ക് കൺട്രോൾ വേണമെന്ന് പറയാൻ, കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാൻ കാര്യം പറയാം. ഇതിപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് തിരിഞ്ഞെന്ന് വിചാരിച്ചു, തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് മുന്നോട്ട് കൊടുക്കും, ഇത് പുറകോട്ട് പോകും. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ പോയി ഇലക്കെട്ട് അടിക്കുക, ഇതടിക്കുക, പറയും താഴോട്ട് വീഴും. അങ്ങനെ അല്ലാതെ ഡ്രോണിന് കംപ്ലൈന്റ് തന്നെ ഇല്ല, ഒരു കംപ്ലൈന്റും ഇല്ല ശരിക്കും. പ്രത്യേകിച്ച് ഡിജെക്ക് ഒരു കംപ്ലൈന്റ്സും ഇല്ല. പിന്നെ ഇന്ത്യയിൽ ഇനി എനിക്ക് തോന്നുന്ന വിത്തിൻ ഒരു 2-3 ഇയേഴ്സ് സ്വന്തം ബ്രാഞ്ച് ഇഷ്ടം പോലെ വരും. ഇപ്പം എന്തായാലും വന്നിട്ടുണ്ട്, ഒരു 4-5 ബ്രാഞ്ച് നമുക്ക് തന്നെ അറിയാവുന്ന കടയിൽ തന്നെ വന്നിട്ടുണ്ട്. അതല്ലാതെ ഇഷ്ടം പോലെ ഇസി എന്നൊക്കെ പറയുന്ന ഡ്രോൺസ് വന്നിട്ടുണ്ട്. അതുപോലെ പല കമ്പനികളുടെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലോഞ്ചിന് പോയത്, അവർ 3 ഡ്രോൺസ് ഇറങ്ങിയേക്കുന്നത്. അതായത് ഒരു ഡ്രോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൽ ജസ്റ്റ് മോട്ടറും GPS സിസ്റ്റവും അതിന്റെ ഇലക്ട്രോണിക് മൊഡ്യൂൾസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണ്ടി അതിനകത്ത് ഹാൻഡ് വേണം ഹാൻഡ് വെക്കാം, അതുപോലെ എന്ത് സംഭവം വേണമെങ്കിലും അതിനകത്ത് വെക്കാം. അൺബോക്സിങ്, കാർ ഡെലിവറിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ഡ്രോൺ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അതായത് മേളിൽ ജസ്റ്റ് ഈ തുണി, ഇപ്പോൾ ഇതാണെങ്കിൽ കാറായിരുന്നെങ്കിൽ ഇതിങ്ങനെ വന്ന് ഇങ്ങനെ ജസ്റ്റ് തുണി, കാർ വേണമെങ്കിൽ കാർ
കാർ ഇങ്ങനെ ഇങ്ങനെ തുണി അങ്ങനെ പൊക്കും. അപ്പോൾ അങ്ങനത്തെ പരിപാടി എല്ലാം എന്ത് സംഭവം വേണേലും ഇനി ഡ്രോൺസിലും കൊണ്ട് പറ്റും. അപ്പം നമ്മുടെ പോഡ്കാസ്റ്റ് കേട്ടിരുന്നതിന് നന്ദി. നമ്മുടെ ജസ്റ്റ് പോഡ്കാസ്റ്റ് അത് വേറൊരു കാര്യം പറഞ്ഞു. ഞാൻ ഈയിടെ ആലോചിച്ചു സംഭവം, ഞാൻ വന്നിട്ടില്ല, രാത്രി കിടന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ തന്നെ ഈ മോഷണവും അല്ലെങ്കിൽ കള്ളന്മാരും നമ്മളെ ഈ ഇതുപോലെ നമ്മുടെ പട്രോളിങ്ങിന് വേണ്ടി ശരിക്കും പോലീസുകാർക്ക് ഈ ഡ്രോണിനെ പക്കാട് ഉപയോഗിക്കാൻ പറ്റും. ഇവരെ ഇവിടെ പട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് വണ്ടി ഒരു ചിങ്ങാനാണെങ്കിൽ നമ്മുടെ അവിടെ ആണെങ്കിൽ ഇപ്പോൾ കോട്ടത്താണ് നാല് വണ്ടി കാണും. എവിടെയൊക്കെ പോരും ഓടിച്ചിട്ട് പിടിച്ചതാ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ സാധനം ഇപ്പം നമ്മൾ ഒരു ഫേസ് ഡിറ്റക്ഷൻ, ഇപ്പോൾ ഈ കള്ളന്മാരുടെയും അല്ലെങ്കിൽ ഈ മോഷ്ടാക്കളുടെ പോലെ തന്നെയല്ല നമ്മുടെ മർഡർ നടക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. എന്നാ പറയുന്നത്, ക്രിമിനൽ കേസിൽ പെട്ടവർ, ഇവരുടെ എല്ലാം ലിസ്റ്റ് പോലീസിൻ്റെ കയ്യിലുണ്ട്. ഇവരുടെ ഫേസും ഉണ്ട്, ഫോട്ടോയും ഉണ്ട്. ഈ ഫോട്ടോകളൊക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ ഡിറ്റക്ഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഫേസ് ഡിറ്റക്ഷൻ വെച്ചിട്ട് ഇവർ ഏത് സോണിൽ നിൽപ്പുണ്ടെന്നുള്ളത് ആ പോലീസ് സ്റ്റേഷൻ ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ പിന്നെ ഈ ക്രൈമുകളെല്ലാം കുറയും. മനസ്സിലായി? അത് ഭയങ്കര യൂസ്ഫുൾ. അല്ലെങ്കിൽ ഒരാളെ ട്രേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഡ്രോൺ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ വിടും. പിന്നെ അതുപോലെ ട്രാഫിക്ക്, ഇപ്പം നമ്മുടെ ഇന്നലെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ഡ്രോൺ റെൻ്റ് എടുത്തുകൊണ്ട് പോയിട്ട് പുതുപ്പള്ളിയിൽ ഡോൺ ബോസ്കോ സ്കൂളിൽ, അവരുടെ പേര് തന്നെ പറയാം, കാരണം വെച്ചാൽ അവർ ഇനിഷ്യേറ്റീവ് എടുത്തു അതിന് വേണ്ടി. ആ സ്കൂളുകാർ ആ ഡ്രോൺ അവിടെ ഒരു അരമണിക്കൂർ പൊക്കി നിർത്തി. അവരുടെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പും തീരുന്ന സമയത്തും നമ്മൾ അവിടെ പോയി അതിൻ്റെ മേളിൽ നിന്നുള്ള അത് എങ്ങനെ ട്രാഫിക് കൺട്രോൾ ചെയ്യാം, മനസ്സിലായില്ല എന്ന് പറഞ്ഞ പോലെ ഡ്രോൺ വെച്ച് ഇവിടെ വന്നിട്ട് ഈ മറ്റേ എന്തോ കുറേ പേര് കൂടുന്ന ഇതിൻ്റെ ഒരു അതോറിറ്റി ഉണ്ട്. അവർ വന്നിട്ട് ഈ നിലത്ത് നിന്നിട്ടാണ് ഈ എങ്ങനെ ട്രാഫിക് കൺട്രോൾ വരുന്നത്. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് മേളിൽ നിന്നുള്ള മേളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് അറിയാൻ പറ്റും. ഈഗിൾ വ്യൂ എന്ന് പറയുന്ന പോലെ അത് നോക്കിയിട്ട് അവരതിനെക്കുറിച്ച് ആ ട്രാഫിക്കിനെ പഠിക്കാൻ വേണ്ടി, അത് അവരാണെന്ന് എനിക്കറിയത്തില്ല. ആ സ്കൂളിലോട്ട് വന്ന് എടുത്തുകൊണ്ട് നമ്മുടെ ഒരു വിവേകം എന്ന് പറഞ്ഞ ആളെ പുള്ളി അത് കണ്ടക്ട് ചെയ്തത്, പുള്ളിക്കാരൻ അങ്ങോട്ട് പറഞ്ഞു വിട്ട് ആ ഡ്രോൺ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഫുട്ടേജ് കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി എങ്ങനെ ആ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ആ പീക്ക് ടൈമിൽ. അവിടെ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്നു, അല്ല സ്കൂളിൽ നിന്ന് കയറുന്ന ടൈമും അത് അങ്ങനെ വേണം. ഈ ഗവൺമെൻറ് ആണെങ്കിലും ഇത് വെച്ചിട്ട് ഓരോ സ്ഥലത്ത് ഇപ്പം ബ്ലോക്ക് ഉണ്ടെന്ന് അറിയാൻ പോലും ഇത് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ബ്ലോക്ക് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് ബ്ലോക്ക് എന്ന്. ഇന്നാളെ ദിവസം ഞാൻ മനസ്സിലാലോചിച്ച് ആ ഐഡിയ വന്ന വഴിക്ക് അവിടെ ഭയങ്കര ബ്ലോക്ക് ചിങ്ങാന അവിടെ നിന്ന് ആ വരുന്ന വഴിക്ക് ഒരു 4 കിലോമീറ്റർ ബ്ലോക്കാണ്. തിരിച്ചു വന്നപ്പോൾ എന്ത് പറ്റുന്നത്, ഇവിടെ വന്നപ്പോഴത്തേക്ക് മനസ്സിലായി ഒരു ലോറി അവരുടെ ഒരു മേളിലത്തെ തട്ടിനകത്ത് ഇടിച്ച് കയറിപ്പോയി. ബാക്ക് സൈഡ് റിവേഴ്സ് എടുത്തപ്പോൾ അതിനകത്ത് കയറിപ്പോയതാണ്. ആ സമയം നമുക്ക് ഒരു ഡ്രോണോ അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം അവിടുത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സാധനം മാറ്റി, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് വഴി തിരിച്ച് മാറ്റി വിടാം. ഇതൊക്കെ ട്രാഫിക്കിനകത്ത് ഭയങ്കര ഉപയോഗം വരുന്നൊരു സാധനം ഡ്രോൺ. ഇതെന്തായാലും വരും. നമ്മളിങ്ങനെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ 2030 അല്ലെങ്കിൽ 2035 കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് വന്ന കാര്യങ്ങളായിരിക്കും അല്ലേ, ഒരു 10 വർഷം മുമ്പത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഓൾറെഡി വന്നതായിരിക്കും. ഡ്രോൺ ഡെലിവറീസ് ഉറപ്പായിട്ടും വരും. ഡ്രോൺ ഡെലിവറീസ് അതെല്ലാം ലൈസൻസ് വരും. ഒത്തിരി പേര് അതിനകത്ത് ഇന്നോവേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നോവേഷൻ അല്ല, ഫൈനൽ സ്റ്റേജിലാണ്. ഇവർക്കെല്ലാം ലൈസൻസ് കിട്ടാത്തതിൻ്റെ, അതോറിറ്റിയിൽ നിന്ന് ലൈസൻസ് കിട്ടാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചൈന ഈയിടെ പോയപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്നു 150 കിലോ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രോൺ, വളരെ ഭയങ്കര ഡ്രോൺ. ഇത് ദുബായിൽ ഇപ്പം ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഡ്രോൺസ് ഉണ്ടല്ലോ, അതായത് കാറിന് പകരം ഡ്രോൺ ടാക്സീസ് ഇഷ്ടം പോലെ ഉണ്ട് ദുബായിൽ. യു എയിൽ എവിടെയൊക്കെയോ വന്നിട്ടുണ്ട് അങ്ങനെ. അത് ഉറപ്പായിട്ടും കേരളത്തിൽ വരും. വിത്തിൻ ഒരു 5 or 10 yearsനുള്ളിൽ വരും. അത്ര എനിക്ക് പോകണമെന്ന് എനിക്കതൊന്നും അറിയില്ല, സ്റ്റിൽ വരും. അതെ, എന്താണല്ലോ പിന്നെ ഡ്രോണിൻ്റെ ബാക്കി അവർ അസംബിളിങ്ങും ബാക്കിയുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് നമ്മളോട് കൂടിയിട്ട് കൊളാബ് ചെയ്തിട്ട് ചെയ്യാം. ഫസ്റ്റ് എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഉറപ്പായിട്ടും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രോൺ ബിൽഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം അതിനുള്ളോട്ട് പിന്നെ ലൈസൻസും കാര്യങ്ങളെല്ലാം എടുത്തു കൊടുത്തപ്പം എന്തായാലും ഫ്യൂച്ചറിലോട്ട് ഡ്രോൺ അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ കണ്ടീഷനിലോട്ട് വന്നു. അപ്പം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഉപയോഗിച്ചവർക്കെല്ലാം 101% സാറ്റിസ്ഫൈഡ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോബി ആയിട്ടും എടുക്കാം, വേണമെങ്കിൽ ഒരു സൈഡ് ഇൻകം ആയിട്ടും. സൈഡ് ഇൻകം മെയിൻ ഇൻകം ആക്കി ഇതുപോലെ ഇങ്ങനെ എനിക്ക് കിട്ടുന്ന വേറെ ഉണ്ട്. അല്ല, വേറൊരു ഫീൽഡ് ഉണ്ട്. എന്നാൽ ഫ്രീ ആകണം എന്ന് അറിയിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിയിലോട്ട് ഇറങ്ങുന്ന പോലെ തന്നെ ഡ്രോൺ വെച്ച് നല്ല ഷോട്ട്സ് എടുത്തതിന് എന്ത് സുഖമായിരിക്കും. നല്ലൊരു അടിപൊളി ഫീൽ അല്ലേ. അതുപോലെ കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡ്രോൺസ് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് ആൾക്കാർ, സിനിമയുടെ ആൾക്കാരാണെങ്കിലും നമ്മുടെ അടുത്തൊന്നും ഡ്രോൺസ് മേടിക്കാറുണ്ട്. ഡ്രോൺസ് മേടിച്ചിട്ട് അവരുടെ ഫ്രീ ടൈമിൽ അവർ ചുമ്മാ ഫ്ലൈ ചെയ്യും. ഒരു രസമല്ല അവർ പോകുമ്പോൾ അവരുടെ ട്രിപ്പ് ഒക്കെ ലൊക്കേഷൻ കാണാനാണെങ്കിലും ഇപ്പോൾ ട്രാവൽ ചെയ്ത് പോകുന്ന നേരെ വിട്ട് കഴിഞ്ഞാൽ അവിടെ പോയി ജസ്റ്റ് താന്നു കഴിഞ്ഞാൽ അവിടുത്തെ ലൊക്കേഷൻ തന്നെ കാണാം, കറക്റ്റ് പൊസിഷൻ കാണാം. യെസ്. അപ്പം നമ്മുടെ പോഡ്കാസ്റ്റ് ജസ്റ്റ് ഒരു ടോക്കാണ്, ഇൻട്രാക്ഷൻ സെക്ഷൻ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതെ, ഇനി എന്ത് കണ്ടന്റ് നിങ്ങൾക്ക് കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ ആ കണ്ടന്റ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.